നമസ്കാരം. ആഭിചാരത്തിന് പിന്നാലെ കൂടോത്രവും കണ്ണൂരിൽ നിന്ന്. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ കൂടിയായ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെതിരെ ആരോ കേരളത്തിൽ വന്ന് ആഭിചാരം നടത്തിയെന്ന് DK ശിവകുമാർ തന്നെ വെളിപ്പെടുത്തിയിട്ട് അധിക നാളായില്ല. ഇപ്പോഴിതാ KPCC അധ്യക്ഷൻ K സുധാകരന്റെ വീട്ടുവളപ്പിൽ നിന്ന് ചില കൂടോത്ര വസ്തുക്കൾ കണ്ടെടുത്തിരിക്കുകയാണ്. ചെമ്പ് തകിട്, തെയ്യൻ രൂപം, കോഴിത്തല, ആട്ടൻകാട്ടം, മുരുക്കൻ മുള്ളു തുടങ്ങി സർവ്വസംഹാരശേഷിയുള്ള കൂടോത്ര വസ്തുവാണ് കണ്ടെടുത്തിരിക്കുന്നത്. ശത്രു നിഗ്രഹം തന്നെ ലക്ഷ്യം. പാർട്ടി അധ്യക്ഷൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ അത്ഭുതമത്രേ. പാർട്ടി അധ്യക്ഷന്മാർക്കെതിരെ കേരളത്തിലും കർണാടകയിലും കൂടോത്രം ഒരുക്കുന്നത് ശത്രു നിഗ്രഹത്തിനോ അതോ പാർട്ടിയെ തന്നെ നശിപ്പിക്കാനാണോ എന്നാണ് അറിയേണ്ടത്. അതിന് പ്രശ്നം വെച്ച് തന്നെ നോക്കണം. ഇവൻ എന്താ ചെയ്യാൻ പോകുന്നത്? യവനോ? യവൻ പ്രാഗും. സോമൻ തമ്മിയുടെ വീട്ടിന് മുമ്പ് ചെന്ന് നിന്ന് തല അറിഞ്ഞു പ്രാഗും. K സുധാകരനെതിരെ കൂടോത്ര പ്രയോഗമോ? തകിടുകളും രൂപങ്ങളും വീട്ടിൽ നിന്ന് കണ്ടെത്തി. രാഷ്ട്രീയക്കാര്, ബിസിനസ്സുകാര്, സിനിമാക്കാര് ആർക്കെങ്കിലും ആരുടെത്തെങ്കിലും ശത്രുതയുണ്ടോ ഇവനെ ശത്രുവിന്റെ വീടിന്റെ മുമ്പിൽ അങ്ങ് ഇറക്കി വിടും. പിന്നെ അവരുടെ കാര്യം പോക്കാം. ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെ കക്ഷിക്ക് നല്ല ഓട്ടോവാ. കേരളത്തിൽ ഇപ്പൊ ട്രെൻഡായിട്ട് വരുന്നേ ഉള്ളൂ. ഈ ഒരു സാധനം മാത്രമല്ല. കുറവമല, കുറത്തിമല, ചൂല്യമല, ഏഴിമല, സിന്നമല, ചൂര്യമല, കരിമണ്ടാരം. അറിയില്ല മോനെ. അതൊക്കെ ഉണ്ണിത്താനോട് ചോദിച്ചാലേ അറിയൂ. എനിക്കാ അതൊന്നും കഴിയില്ല. ആർക്കും അതിലൊന്നും ആർക്കും കഴിയില്ല എന്ന് തോന്നുന്നില്ല എനിക്ക്. ഇയാളെന്ത് രാത്രിയിൽ മീൻ പിടിക്കുന്ന എന്ന് പറയുന്നുണ്ട്. കോഴിത്തല, ചെമ്പ് തകിട്, മുരിക്കും പൂ, ആട്ടുകാട്ടം, തളയ തളയ്ക്കാതെ ശ്ലോകം ചൊല്ലി 101 വട്ടം വെള്ളത്തിൽ മുങ്ങി. ഇത് കുറെ മുമ്പേ. ഈ കോഴിത്തല ആട്ടിൻകാട്ടമൊക്കെ അവൻ കിടക്കുന്നിടത്ത് തലഭാഗത്ത് കുഴിച്ചിട്ടാ മതി. അതെ, 101 വട്ടം ഞാൻ മുങ്ങിയത് എന്തിനാണെന്നോ? 101 സെക്കൻഡിന് അവൻ ഞെട്ടിയെഴുതക്കാരാ. അവൻ മരണപ്രാള കാണിക്കും, പക്ഷേ മരിക്കില്ല. ബാക്കി ജീവനും കൊണ്ട് അവൻ സ്വന്തം നാട്ടിലേക്ക് ഓടിക്കൊള്ളും. ഒരു കൂടോത്ര പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു KPCC. കേരള കൂടോത്ര പാർട്ടി പറഞ്ഞാൽ മനസ്സിലായില്ല. എന്തൊക്കെയാ കാണുന്നത്, എന്തൊക്കെയാ വൃത്തികേടാണ് നമ്മൾ കേൾക്കുന്നത്. ആ കൂടോത്രത്തെ പറ്റിയിട്ട് അന്വേഷിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കൂടോത്രത്തിന് പിന്നിൽ ആരെന്ന് കണ്ടെത്താൻ KPCC ഒരു അന്വേഷണ കമ്മീഷനെ തന്നെ വയ്ക്കണം. CPMകാർക്ക് കൂടോത്രം തുടങ്ങിയ അന്ധവിശ്വാസങ്ങളിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ കൂടോത്രത്തിന്റെ സംഹാരശേഷിയുടെ തീവ്രത അളക്കാൻ ബാലൻ സഖാവിനെ വയ്ക്കാമായിരുന്നു. അതെങ്ങനെയാ? അത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ചെയ്തത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും പറയുന്നുണ്ട്. അതല്ലാതിരിക്കാൻ മാർക്സിസ്റ്റുകാർ ചെയ്യാനിടയില്ല എന്ന് സുധാകരനും പറയുന്നുണ്ട്. അപ്പൊ അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത കൂടോത്രത്തെ സംബന്ധിച്ച് ഞാനെന്ത് പറയാനാ? ഈ ഭൂതം, പ്രേതം, പിശാച്, കൂടോത്രം മുതലായ മുതലാളിത്ത സങ്കല്പങ്ങൾക്കെതിരെ നിലകൊള്ളുന്നവരാണ് ഞങ്ങളും ഞങ്ങളുടെ പാർട്ടി. ശുദ്ധ അന്ധവിശ്വാസമാണ്. സുധാകരൻ പറഞ്ഞത് കയ്യിൽ കൈയുണ്ട്, കൈ വിളിപ്പോൾ എനിക്ക് കൈക്ക് സുള്ളുണ്ടാക്കി, അതിന് തലയുണ്ടായി, തല വരുമ്പോഴേക്ക് തലക്ക് മരവിപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞത് എന്ത് ചെയ്യാനാണെന്ന്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ശുദ്ധ അസംബന്ധമാണ് ഈ കൂടോത്രം എന്നെല്ലാം പറഞ്ഞു നടക്കുന്നത്. ചിലരെ പോലെ ഇപ്പൊ ഏത് പാർട്ടിയാണെന്നറിയാൻ ഡയറി നോക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഞങ്ങളുടെ പാർട്ടിക്ക് എതിരാണ് കേട്ടാ. അത് കന്നിമൂല കൊണ്ടുവച്ച് വെച്ചാൽ പിന്നെ അതോടുകൂടി തീർന്നു പോകും നോക്കിയാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തന്നെ മഹാത്ഭുതമാണെന്നാണ് ചില ആൾ വിശ്വസിക്കുന്നത്. എന്ത് ചെയ്യാനൊക്കെ അവരുടെ വിശ്വാസം. ഞാൻ ഈ കൂടോത്രത്തെയും അതുപോലുള്ള അന്ധവിശ്വാസ ജടിലമായ നിലപാടുകളെയും അതിശക്തിയായിട്ട് എതിർക്കുന്ന ഒരാളാണ്. നമുക്ക് ഒരു കൂടോത്രവും വരില്ല. CPM ഒരു കൂടോത്രവും ബാധകമല്ല. ഇങ്ങ് തന്നോളൂ ദേവി. പണം ഉള്ളത് കൊണ്ട് ബുദ്ധി ഉണ്ടാവണമെന്നില്ല. ആളുകൾ ടൂറിസ്റ്റുകളായി ബഹിരാകാശത്തേക്ക് പോയി തുടങ്ങി. അപ്പോഴാ കോഴിത്തല ഇയാളുടെ ആട്ടും കാട്ടോ. ഇത് കൊല്ലം 2001. അതറിയാവോ?
യക്ഷിയും ഗന്ധർവനും കൂടോത്രമൊക്കെ ഇപ്പോഴത്തെ TV ചാനലിലേ ഉള്ളൂ, നാട്ടിലെവിടെയേ ഇല്ല. ഊഷ്മാണ്ടന്മാര്. വിദ്യാർത്ഥി സംഘടനയായ SFIക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ വിമർശനം ശക്തിപ്പെടുമ്പോൾ 1980-ലെ നായനാർ മന്ത്രിസഭാ കാലമാണ് ഓർക്കേണ്ടത്. ഇന്ന് SFI ആണെങ്കിൽ അന്ന് CITUവും തൊഴിൽ സമരങ്ങളുമായിരുന്നു. മുന്നണിയിലുണ്ടായിരുന്ന ആന്റണി കോൺഗ്രസുകാർ മുന്നണി വിട്ടതിനും അതുപോലൊരു സംഭവം നിമിത്തമായി. ഇന്നിപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷം ക്യാമ്പസുകളിലെ SFI അക്രമത്തിനെതിരെ വിമർശനം കടുപ്പിക്കുമ്പോൾ CPIക്കുമുണ്ട് ആക്ഷേപം. പണ്ട് നായനാരും കരുത്തനായ അന്നത്തെ ആഭ്യന്തരമന്ത്രി TK രാമകൃഷ്ണനും CITUവിനെ കോട്ടകെട്ടി സംരക്ഷിച്ചതുപോലെ SFIയെ ചേർത്ത് പിടിക്കാൻ ഇന്ന് മുഖ്യമന്ത്രി പിണറായിയുണ്ട്. സാർ, കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയുടെ നമ്പർ 121. സാർ, സിദ്ധാർത്ഥിനെ ഇടിച്ച് ചതച്ച ഇടിമുറിയുടെ നമ്പർ 21. എല്ലാ കോളേജുകൾക്കും ഇടിമുറിയുണ്ട് സാർ. സാറ് പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിലല്ല സാർ SFI നിൽക്കുന്നത്, ഇടിമുറിയുടെ ഭീകരതയിലാണ്. ഇടിമുറിയിലൂടെയാണോ നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ട് തന്നെയല്ലേ SFI വളർന്നു വന്നത്? രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് ഈ കുട്ടി നേതാക്കന്മാർ ചെയ്തു കൂട്ടുന്നത് എന്തെന്നറിയാമോ? തമ്മിൽ തല്ലുക, വെട്ടുക, കുത്തുക, പബ്ലിക് പ്രോപ്പർട്ടീസ് നശിപ്പിക്കുക. They are not creating or constructing, they are destructing. SFIയെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ശ്രമങ്ങൾ നടന്നപ്പോൾ അത്തരം അധിക്ഷേപം നടത്തുന്നതിന് അതിര് വേണ്ടേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇതിന്റെ ലാഭം തെരുവ് ഗുണ്ടകൾക്കും കോളേജ് ഗുണ്ടകൾക്കും നേതാക്കന്മാർക്കും പാർട്ടിക്കും, നഷ്ടം സാധാരണക്കാരായ പഠിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുട്ടികൾക്ക്. ഈ ക്യാമ്പസുകളിൽ മുഴുവൻ ഇടിമുറികൾ ഉണ്ടാക്കി പൈശാചികമായ വേട്ട നടത്തി എതിർ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആരെയും സമ്മതിക്കാതെ ക്യാമ്പസുകളിലെ ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ്. ആ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ച് കാണിക്കേണ്ടത് നിങ്ങളെ ആവശ്യമായിരിക്കാം. മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ ഈ പ്രസ്താവനയോട് കൂടി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇനി ഇവരെ നിയന്ത്രിക്കാൻ ഒരാളുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ. നിങ്ങൾ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളുടെ കൈവിട്ടു പോകും. സാർ, ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇതൊരു കാരണവശാലും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങയുടെ സ്ഥാനത്തിന് നേരാത്താണ്. കൊള്ളിച്ചിടിക്കാൻ എനിക്കറിയാൻ മേലഞ്ഞിട്ടല്ല, ഈ തടി ഇത്രയും പെരുപ്പിക്കാൻ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കിയെന്നറിയോ? SFI തിരുത്തിയില്ലെങ്കിൽ അവർ ഇടതുപക്ഷത്തിന് ബാധ്യതയാവുമെന്ന് പറയുന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. മുന്നണിക്കുള്ളിൽ നിന്നായാലും പുറത്തു നിന്നായാലും SFIയെ ചൊറിയാൻ വരേണ്ടെന്ന് SFIയുടെ സ്വന്തം ബാലേട്ടനും. ബിനോയ് വിശ്വത്തിന് കാര്യങ്ങൾ ബോധ്യമായല്ലോ. കട്ടൻ ചായയും കുടിച്ച് ജനയുഗവും വായിച്ച് MN സ്മാരകത്തിൽ ഇരുന്നാൽ മതി. SFIയെ ഉപദേശിക്കാൻ വരേണ്ട. ക്ലിയർ? SFI ആ ശൈലി തിരുത്തിയേ തിരുത്തണം. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ശൈലിയല്ല അത്. അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. SFIയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്താൻ ആ സംഘടനയ്ക്ക് കഴിവുണ്ട്. ഭരണാധികാരികളുടെ തണലിൽ വളർന്നൊരു സംഘടനയല്ലത്. ഇന്നും ജീവിക്കുന്ന എത്രയോ രക്തസാക്ഷികളുണ്ട്. ഞങ്ങളൊക്കെ വളർന്നു വന്നൊരു പ്രസ്ഥാനമാണത്. ഞങ്ങളൊക്കെ രൂപപ്പെടുത്തിയൊരു പ്രസ്ഥാനമാണ്. അതിനെ നശിപ്പിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല. പുതിയ SFIക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല. പുതിയ SFIക്കാർക്ക്
അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ആശയത്തിൻ്റെ ആഴമറിയില്ല. മുന്നണിക്കകത്തുള്ള ആൾക്കാരായാലും പുറത്തുള്ള ആൾക്കാരായാലും അവർക്കൊക്കെ തന്നെ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഈ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല. പുതിയ SFIക്കാർക്ക് ഈ പുതിയ ലോകത്തിന് മുമ്പിലുള്ള ഇടതുപക്ഷത്തിൻ്റെ കടമയെപ്പറ്റി അറിയില്ല. അവരെ പഠിപ്പിക്കണം. പഠിപ്പിച്ചില്ലെങ്കിൽ, ആ ശരിയായ പാഠം പഠിച്ച് അവർ തിരുത്തിയില്ലെങ്കിൽ SFI ഇടതുപക്ഷത്തിന് ഒരു ബാധ്യതയായിട്ട് മാറും. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. SFIയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ല. അത് ആദ്യം തന്നെ പറയാം. ആരുടെയും ഔദാര്യത്തിലല്ല. KSUവിനെ, കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ, ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ KSUവിനെ മൂലക്കിരുത്തി SFI വളർന്നത്. അങ്ങനൊന്നും ബാലൻ പറയില്ല. നിങ്ങൾക്ക് ബാലനെ അറിയില്ല, എനിക്ക് ബാലനെ അറിയാം. ബാലൻ്റെ വിമർശനത്തിലൊന്നും CPIയെ പറ്റിയോ എന്നെ പറ്റിയോ ഒരു പരാമർശം ഉണ്ടാകില്ല. അതാണ് AK ബാലൻ ബിനോയ് ബന്ധം. അതാണ് CPI ബന്ധം. അതാണ് ബന്ധം, ഒരു അവിഹിത ബന്ധം. ഓ, അവസാനം നൂൽബന്ധമെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. AK ബാലൻ പറഞ്ഞതിനപ്പുറം ഒന്നുകൂടി പറയുന്നു SFI. വലതുപക്ഷ അജണ്ടയ്ക്ക് CPI അടിപ്പെടരുത്. പണ്ടേ വലതന്മാരെന്ന് ദുഷ്പേരുള്ളവരാണ് CPIക്കാർ എന്നുകൂടി ഓർക്കണം. CPI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിന് ഈ ആളുകൾ വിധേയപ്പെട്ടു പോകാൻ വേണ്ടി പാടില്ല. വസ്തുത മനസ്സിലാക്കുന്നതിന് വേണ്ടി ആളുകൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഒന്ന് പോവാടാ പോയി തരത്തി പോയി കളിക്കടാ. തെറ്റായി സൃഷ്ടിക്കപ്പെടുന്ന ചിത്രീകരണങ്ങളുടെ പുറത്ത് വലതുപക്ഷത്തിന്റെ അജണ്ടയ്ക്ക് തല വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ തയ്യാറാകരുത്. വേണ്ട വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. ഇടതുപക്ഷത്തിൻ്റെ കടമയെപ്പറ്റി അറിയില്ല. അവരെ പഠിപ്പിക്കണം. അദ്ദേഹത്തിന്റെ വിമർശനം SFI ഈ കാലഘട്ടത്തിലെ SFIക്ക് ചരിത്രം അറിയില്ല. SFI ചരിത്രം പഠിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞങ്ങൾ ചരിത്രം പഠിക്കുന്നുമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് കൃത്യമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഞാനാണിപ്പോ മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ബുദ്ധിജീവി. സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ഇപ്പൊ ഞാനാണ്. ബുദ്ധിജീവി ആകുമ്പോൾ നമ്മൾ പുറകിലിരുന്ന് ചുമ്മാ ആഹ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഫാക്ടറി അടച്ചു പൂട്ടിക്കുക, പോലീസിനെ ആക്രമിക്കുക, മുതലാളിയെ കുത്തിക്കൊല്ലുക. നമ്മളൊന്നും അറിയണ്ടല്ലോ, എല്ലാ അണികൾ ചെയ്തോളും. SFI ഇടതുപക്ഷത്തിന് ഒരു ബാധ്യതയായിട്ട് മാറും. SFI ഇടതുപക്ഷത്തിനാകെ ബാധ്യതയാണ് എന്നുള്ള അഭിപ്രായം അവർക്കുണ്ട് എങ്കിൽ SFIയോടൊപ്പം മത്സരിക്കേണ്ടതില്ല കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിൽ എന്നൊരു തീരുമാനം ASF ഉൾപ്പെടെ എടുക്കാൻ വേണ്ടി തയ്യാറാവും. യവൻ കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല. ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ? SFI ആയാലും മറ്റെന്തായാലും മുന്നണിക്കുള്ളിൽ പറയേണ്ടത് മുന്നണിക്കുള്ളിൽ പറയണമെന്ന തിട്ടൂരവും CPIക്ക് ബാലേട്ടൻ നൈസായി നൽകുന്നു. ഞങ്ങളുടെ പാർട്ടിയല്ലല്ലോ CPI. CPI വേറൊരു പാർട്ടി, ഞങ്ങൾ വേറൊരു പാർട്ടി. അവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ട്, AISF. സ്വാഭാവികമായിട്ടും അതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും മുന്നണിയിൽ ചർച്ച ചെയ്ത് ആവശ്യമായ രീതിയിൽ പരിഹാരം തേടുക എന്നുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത്. SFIക്കകത്ത് ആവശ്യമായ മാറ്റം ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, അടിച്ച് കറണം കുറിച്ച് പൊളിച്ചോളൂ. ഞാൻ ആ ഊച്ചാളിയാ, എനിക്ക് അങ്ങനെ മോഹമുണ്ട്, മനസ്സിലായോ? മുഖ്യമന്ത്രി നിയമസഭയിൽ SFIക്കാരെ മാത്രമല്ല, നവകേരള യാത്രയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ DYFIക്കാരെയും സംരക്ഷിക്കുന്നു. ആ ചാടി വീഴുന്നവരെ പിടിച്ചു മാറ്റുന്നു. ആ പിടിച്ചു മാറ്റുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ളതല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. അതെങ്ങനെ കുറ്റകരമാവും? ഞാൻ കണ്ട വസ്തുത പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? ഞാൻ കാണാത്ത വസ്തുതയെക്കുറിച്ച് പിന്നെ ഞാൻ എങ്ങനെ പറയൂ? ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അത് അന്നും പറഞ്ഞു, പിന്നെയും പറഞ്ഞു, ഇന്നും പറയുന്നു, നാളെയും പറയും. അങ്ങ് നവകേരള സദസ്സിനെ കുറിച്ച് പറഞ്ഞു. നവകേരള സദസ്സിൽ നിങ്ങൾക്ക് ആ നവകേരള സദസ്സ് യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത്. നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണെന്ന് തോന്നി. രാജാവോ? ഇവൻ ഏതാണ് ഈ കാട്ടു ബ്രാൻഡ്?
നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മഹാരാജാവല്ല. നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. സർ, ഞാൻ മഹാരാജാവൊന്നുമല്ല, ഞാൻ ജനങ്ങളുടെ ദാസനാണ്. എല്ലാ കാലത്തും ജനങ്ങളുടെ ഒപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ദാസനാണ്. മുഖത്ത് ഇത്ര അഹങ്കാരം വേണ്ട. പ്രേക്ഷകരോട് സംസാരിക്കുമ്പോൾ നല്ല വിനയം വേണം. അധികാരം കയ്യിൽ വന്നപ്പോ അമിതമായ അധികാരം ഉപയോഗിച്ച് ഈ ആളുകളെ മുഴുവൻ, പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവനെ വരെ ന്യായീകരിച്ചപ്പോ, നിങ്ങൾ ആ കുട്ടികളെ മുഴുവൻ മർദ്ദിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ മഹാരാജാവാണെന്ന്. നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ മഹാരാജാവല്ല എന്നാണ് കേരളം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ആദ്യം കൂവി കൂവി പന്നികളുടെ ആത്മവീര്യം നശിപ്പിക്കുക. അവിടെ പോയിരിക്കേ, അവിടെ പോയിരിക്കേ, ഒന്ന് അവിടെ പോയിരിക്കേ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താ വാക്കൗട്ട് ആണോ? അങ്ങ് വാക്കൗട്ട് ചെയ്യുന്നുണ്ടോ?